നമ്പർ 1 ടെക്കി വിസാർഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലെൻസിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സ്കൈവിക്കിൻ്റെ മാക്രോ ലെൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അത് ഓളാക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു പ്രീമിയം പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു പാക്കിങ്ങിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഓവറോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിനിഷിംഗ് കമ്പനി ഈ ഒരു പാക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കേസാണ് കാണുന്നത്. ആ കേസും നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെ ഉള്ളതാണ്. നമുക്കത് തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ നോക്കുവാണെങ്കിൽ കുറേ പേപ്പേഴ്സ് നമ്മുടെ ബോക്സിൽ വരുന്നുണ്ട്. ആക്ച്വലി ഇത് പേപ്പേഴ്സ് അല്ല, ഇത് കുറച്ച് കാർഡ്സ് ആണ്. സാധാരണ പേപ്പർ വരുന്ന പോലെ ഇതിൽ കാർഡ്സ് ആണ് വരുന്നത്. ഇവിടെ താങ്ക് യു പറയുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗ് പോലെ ഒരു കാർഡ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞ കുറച്ച് ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്കൈവിക്കിൻ്റെ ഒരു കാർഡാണ്. പിന്നെ ഇവരുടെ ലെൻസിൻ്റെ ഒരു കാറ്റലോഗാണ്. പിന്നെ ഒരു ട്രൂ ഹോൾഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ യുണീക്കാന്ന് തോന്നിയ ഒരു കാർഡാണിത്. ഇതിൽ പറയുന്നത് നമ്മൾ ലെൻസിലൂടെ ക്യാപ്ചർ ചെയ്യുന്ന പിക്ചേഴ്സ് ഒരു ഹാഷ്ടാഗിലൂടെ പോസ്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ആ ഒരു കേസ് നോക്കാം. കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വൈസും കളർ വൈസും നമുക്കൊരു പ്രീമിയം ഫീലാണ് നൽകുന്നത്. ഇതൊരു പ്രീമിയം പ്രോഡക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാക്കിംഗ് ആണിത്. എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ടച്ച് ഈ ഒരു പാക്കിങ്ങിൽ ഉടനീളം ഔട്ടർ പാക്കിംഗ് ആയാലും ഈ ഒരു കേസിൻ്റെ ആയാലും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. തുറക്കുമ്പം കുറച്ച് പ്രോഡക്റ്റ്സ് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രീമിയം ലെൻസസ് ആണ്. ഇപ്പോൾ ഇതൊരു മെറ്റൽ ക്യാപ്പിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാപ്പിൻ്റെ ഡിസൈനും എന്താ പറയുക, നമ്മളിത് പിടിക്കുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഒരു മെറ്റലിൻ്റെ ആ ഒരു ഫീലും ആ ഒരു ഡിസൈൻ ആ ബ്ലാക്കും ബ്ലൂവും നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആക്സസറി നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്, ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ക്യാരി പൗച്ച് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ലെൻസസ് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ, എന്തെങ്കിലും ചെറിയ രീതിയിൽ കൊണ്ട് നടക്കാൻ, പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ഈ ഒരു ക്യാരി പൗച്ച് ഇട്ടുകൊണ്ട് നടന്നാൽ മതി. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പൗച്ചിനും. അടുത്തായിട്ട് നമുക്ക് ലെൻസ് ക്ലീൻ ചെയ്യാൻ ഉള്ളൊരു ക്ലോത്താണ്. ഇതിലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പാക്കിങ്ങിൽ ഉടനീളം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ ഹോൾഡർ അല്ലെങ്കിൽ ക്ലിപ്പ് എന്ന് പറയാം. ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫോണിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതും നല്ലൊരു ക്വാളിറ്റിയിലാണ്. പിന്നെ നമുക്കൊരു ക്ലിപ്പും ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ടൈനി കേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ നല്ലൊരു ക്വാളിറ്റി കമ്പനി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കേസിൽ മാക്സിമം തരാൻ പറ്റുന്ന ക്വാളിറ്റിയും നല്ല കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കമ്പനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലെൻസ്. ഈ ലെൻസ് നമുക്ക് ഈ ഫോണിലോട്ട് അറ്റാച്ച് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ലെൻസ് കവർ ചെയ്ത് വരുന്ന 2 ക്യാപ്സ് ഉണ്ട്. അപ്പോൾ ബാക്കിലത്തെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, കണ്ടോ ഗൈസ്, നല്ലൊരു ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇച്ചിരി വെയിറ്റ് നമുക്ക് തോന്നിക്കുന്നുണ്ട്. നമുക്കിത് ക്ലിപ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. അധികം ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് ആ ക്ലിപ്പിൽ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ടിലത്തെ ക്യാപ്പ് കൂടെ ഊരാം. ഓക്കെ ഗൈസ്, കണ്ടോ ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കണ്ടോ, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. ആ ഒരു ബ്ലൂ റിങ്ങും വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 25mm അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിപ്പിലും കുറച്ച് ബ്രാൻഡിങ്സ് നൽകിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ പ്രൈമറി ക്യാമറയിലേക്ക് വളരെ കറക്റ്റായിട്ട് ഈ ക്ലിപ്പ് ഒന്ന് വെക്കുക. അതിനുശേഷം ഒരു അലൈൻമെൻറ്റ് നിങ്ങൾ കറക്റ്റ് എവിടെയാണെന്ന് കിട്ടുന്നത് അതുപോലെ വെക്കുക. അപ്പോൾ ഇത് വെക്കാൻ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഈ ഒരു ക്ലിപ്പിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ നല്ല രീതിയിൽ ഇരിക്കും. ഡിസ്പ്ലേക്ക് കേടുപാടുകളൊന്നും വരത്തില്ല. അത് ആ ഡിസ്പ്ലേയിൽ നിന്ന് മൂവ് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുന്നതാണ്. അതവിടെ ഫിറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല വിഷ്വൽസൊക്കെ ഈ ഒരു ലെൻസിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ആക്സസറിയും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് വെക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതൊന്ന് പുഷ് ചെയ്ത് വെച്ചാൽ മതി. ഇതവിടെ ഫിക്സ് ആയിരിക്കുന്നിടം വരെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്താൽ ഇതവിടെ ഇരിക്കുന്നതാണ്. ഓവറോൾ ഈ ഒരു ലെൻസിനെ പറ്റി പറയാം. 25mm മാക്രോ ലെൻസാണ്. മാക്രോ ഫുട്ടേജ് ഒക്കെ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഫോണിലേക്ക് വെക്കുമ്പോഴും ആ ഒരു രീതിയിൽ നമുക്ക് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ലെൻസിൻ്റെ ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിസൈൻ വൈസ് ആയാലും കളറിൻ്റെ കാര്യത്തിലായാലും ആ ഒരു മെറ്റീരിയൽ നമുക്കൊരു മെറ്റലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഡാമേജ് ഒന്നും വരത്തില്ല. ഞാൻ ഒരുപാട് മൊബൈൽ ഫോൺ ലെൻസസ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൽ നമുക്ക് ഒരു കിറ്റിൽ തന്നെ പല ലെൻസസ് ലഭിക്കുന്നുണ്ടെങ്കിലും അത് ലോ പ്രൈസ് ആണ്. പക്ഷേ അതിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ എക്സ്പീരിയൻസ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടി. ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, ഇമേജിൻ്റെ ക്വാളിറ്റിയിലായാലും ഡീറ്റെയിലിങ്ങിലായാലും ഈ ഒരു ലെൻസ് തികച്ചും മറ്റേനേക്കാളും വ്യത്യസ്തമാണ്. എനിക്ക് കൂടുതൽ അടുത്ത് പോകും തോറും കുറേ ഡീറ്റെയിൽസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലെൻസിലൂടെ. എനിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ലെൻസിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുണ്ട്. മനസ്സ് വെച്ചാൽ ഫോട്ടോഗ്രാഫിയുടെ മാക്രോ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള കുറേ ഫോട്ടോസ് നമുക്ക് ഈ ഒരു ലെൻസിലൂടെ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ലീഫിൻ്റെ ഫോട്ടോ ഈ ഒരു ലെൻസ് ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മൊത്തം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ലീഫിൻ്റെ ടെക്സ്ചറിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. എൻ്റെ നോർമൽ ക്യാമറ ലെൻസ് കൊണ്ട് ഞാൻ ഈ ഫ്ലവറിനെ ഫോക്കസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മാക്രോ രീതിയിൽ എടുക്കാൻ നോക്കുവാണ്. ഇനി ഞാൻ എൻ്റെ ഈ ലെൻസ് വെക്കാം. ഈ ലെൻസ് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് വളരെ പെർഫെക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഓരോ പിക്ചേഴ്സിനും കുറച്ച് പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ ഈ ലെൻസിനെ കൊണ്ട് സാധിക്കും. മാക്രോ ഫോട്ടോഗ്രാഫി കുറേ ബെറ്റർ ആക്കാൻ ഈ ലെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ കുറേ സാമ്പിൾസ് ഈ ലെൻസിലൂടെ കുറേ സാമ്പിൾസ് നിങ്ങളെ കാണിച്ചു തരാം. ഒരു മാക്രോ ലെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടെക്സ്ചർ ഒരു ഒബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് നമുക്ക് മാക്രോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോണിൽ മാക്രോ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്രത്തോളം എഫക്റ്റീവ് ആവില്ല. അല്ലാതെ ലോക്കൽ ലെൻസ് വില കുറഞ്ഞ് കിട്ടുമെങ്കിലും ലെൻസ് കിറ്റുകളായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ക്വാളിറ്റിയും ഒന്നും നമുക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈ ആവത്തില്ല. ഈ ലെൻസിലെടുത്ത പിക്ചേഴ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ ഈ റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അത് ഓൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.